ഹായ് എവ്രി വൺ, ഒരു ന്യൂ വീഡിയോയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെയാണ് നമ്മുടെ CMA ഇൻ്റർ ഡിസംബർ 2024 എക്സാംസ് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു സ്ട്രാറ്റജി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് CMA ഇൻ്ററിൽ 8 സബ്ജക്ട്സ് ആണുള്ളത്. അപ്പോൾ എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് ഇനി ടൈം എന്ന് പറഞ്ഞാൽ 24 ഡേയ്സ് മാത്രമാണുള്ളത്. ആ ഒരു പീരീഡിൽ 100% സിലബസ് കവർ ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. അത് പോസിബിളും അല്ല ഇനിയുള്ള ടൈമിൽ. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള സബ്ജക്ട്സ് പുറകിലായിപ്പോവും. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഈ എല്ലാ സബ്ജക്ട്സിലും 100% തീർത്തിട്ട് എക്സാമിന് പോകാൻ നിൽക്കുന്നത് ഇനി ഒരു എഫക്റ്റീവ് വേ അല്ല. നമുക്ക് സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് വേണം ഇനിയുള്ള 24 ഡേയ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ സ്ട്രാറ്റജിയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻ്റർ എക്സാംസ് എഴുതാൻ പോവുകയാണ് ഡിസംബർ 2024. അപ്പം നമ്മൾ എന്താണ് ഈ 75 to 80% പോർഷൻസ് ഓരോ സബ്ജക്റ്റിൽ നിന്നും സെലക്റ്റീവായിട്ട് എടുത്ത് അത് വേണം പഠിക്കാൻ. പിന്നെ നമ്മൾ വീണ്ടും ഫുള്ളിലേക്ക് പോകരുത്. ആ 75 to 80 കംപ്ലീറ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ആ സ്ട്രാറ്റജിയിൽ പറഞ്ഞത്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് 1-2 റിവ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്കത് പെട്ടെന്ന് പോസിബിളായിരിക്കും, ചിലർക്കത് കൺഫ്യൂഷനായിരിക്കും. ഞാൻ അതെടുക്കണോ ഇതെടുക്കണോ ഇതിലേതാണ്, അങ്ങനെ ഒരു നമുക്കൊരു കൺഫ്യൂഷൻ കാണും. ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് വരുമായിരിക്കും, അങ്ങനെ ഒരു കൺസേൺ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി 8 സബ്ജക്ട്സിനും വേണ്ടിയിട്ട്. നമുക്ക് എൻ്റെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിലും 60 മാർക്സ് അഷ്വർ ചെയ്യുക. ഓക്കെ, 60 മാർക്സ് എങ്ങനെ ആയാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ടോപ്പിക്സ് സെലക്ഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പ് കാണുന്നവരാണെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് നോക്കുക, ബോത്ത് ഗ്രൂപ്പ് പഠിക്കുന്നവരാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സിന് ഉള്ള വീഡിയോസ്, ഈ ഫുൾ വീഡിയോസ് 8 സബ്ജക്ട്സിനുള്ള വീഡിയോസ് കാണുക. അപ്പോൾ ഞാൻ ഇനി പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, കാരണം നമുക്കിനി ഡേയ്സ് ഇല്ലല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. നിങ്ങളിത് കാണുക, നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിനി വീണ്ടും ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതേ ടോപ്പിക്സ് തന്നെ എടുത്താൽ മതി. ഞാൻ ഈ പറയുന്ന രീതിക്ക് ഇതേപോലെ നിങ്ങൾ പഠിച്ചാൽ മതി, ഉറപ്പാണ് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്തുനിന്ന് വേറെ സ്കിപ്പൊന്നും ചെയ്യാതിരിക്കുക, മാക്സിമം ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഞാനിതിൽ പറയുന്നത് ജനറലായിട്ട് നോക്കിയിട്ടാണ്, അല്ലാതെ ഞാൻ എൻ്റെ ഇപ്പം എനിക്ക് ഏതൊക്കെയാണ് എളുപ്പം അങ്ങനെ നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ ഈ ഇതിട്ടിരിക്കുന്നത്. ഞാൻ ജനറലി ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതിക്ക് അനുസരിച്ചിട്ട് പറഞ്ഞതാണ്. ഈ ചെയ്യുന്ന ഓരോ വീഡിയോസും ടോപ്പിക് എടുത്തിരിക്കുന്നത് ജനറൽ ആയിട്ടുള്ളൊരു ബേസിലാണ്, അല്ലാതെ എൻ്റെ പേഴ്സണൽ ഇതിലല്ല പറഞ്ഞിരിക്കുന്നത്, ജനറൽ വേയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയും കരുതണ്ട. നിങ്ങൾക്കും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെൽഫായിട്ട് മാറ്റാം, അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് 60+ മാർക്സ് എന്തായാലും വേണം. അപ്പോൾ ആ രീതിക്കാണ് ഈ ഓരോ ടോപ്പിക്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ഇവിടെ ലീവ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എക്സാംസ് എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇത് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് പേപ്പർ ഇതാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് പേപ്പർ ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ 100 മാർക്സ്, എല്ലാ പേപ്പറും 100 മാർക്സ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 2 മെത്തേഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്യാം. രണ്ടും കാണുക കേട്ടോ. 2 മെത്തേഡ്സും കണ്ടു കഴിഞ്ഞതിന് ശേഷം വിച്ച് വൺ ഈസ് ബെറ്റർ ടു യു, നിങ്ങളതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ ഇപ്പം ചില കുട്ടികളെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത്, കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു ആക്ട് കുറച്ച് ലെങ്തിയാണ് അല്ലേ, ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻസ് അതിൽ പഠിക്കാനുമുണ്ട്, കുറച്ച് ടൈം കൺസ്യൂമിങ്ങുമാണ്. അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് അത് അവർ ഈസിലി ക്രാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒട്ടും അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അത് പഠിക്കുന്ന, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാറ്റഗറി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ 2 മെത്തേഡ് എടുത്തത്. ഓക്കെ,
ഞാൻ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് അനലൈസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ഇയറിലെ 3 ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ്. അതായത് ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, അങ്ങനെ 3 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസ്, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഞാൻ അത് എടുക്കാൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് ചേഞ്ച് ആയിരുന്നു. സിലബസ് 2022 ബേസിസിൽ 3 എക്സാംസ് ആണ് നടന്നിട്ടുള്ളത്. ആ 3 എക്സാമിൻ്റെ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് തൊട്ട് മുമ്പേ ഉള്ള 2 ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ടായിരുന്നു. 2016 സിലബസിലെ 2 ക്വസ്റ്റ്യൻസും ലോയുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രിഫറൻസ് കൊടുത്തില്ല, ഇതാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളിത് നോക്കുക, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് മെത്തേഡ്, നമ്മുടെ ലോ ആൻഡ് എത്തിക്സ് പഠിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പനീസ് ആക്ട് 2013 പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ആണ് ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. കമ്പനീസ് ആക്ട് വേണം, എനിക്കത് പഠിക്കണം, എനിക്കത് ഇഷ്ടമാണ് എന്നുള്ളവർ ഈ ഫസ്റ്റ് മെത്തേഡിൽ നിൽക്കുക. എനിക്ക് കമ്പനീസ് ആക്ട് വലിയ ഇടങ്ങേറാണ്, എനിക്കത് പറ്റത്തൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ സെക്കൻഡ് മെത്തേഡിലേക്ക് പോവുക. ഓക്കെ, ഇത് ഞാൻ ആദ്യമേ ഇത് പറയുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ പറയുന്നത് 1ാമത്തെ ചാപ്റ്റർ കമ്പനീസ് ആക്ട് 2013 ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കുക. ഓക്കെ, ആ ചാപ്റ്റർ ഫുള്ളായിട്ട് ഞാൻ പഠിക്കാൻ പറയുന്നതിൻ്റെ റീസൺ, നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നതിൽ 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആണെന്നറിയാലോ. 30 മാർക്സ് MCQ പോലെയും 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതിൽ നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതെന്ന് അറിയാലോ, നമുക്ക് മൊത്തം 8 ക്വസ്റ്റ്യൻസ് തരും, അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് തരുന്നതിൽ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും കമ്പനീസ് ആക്ടിൽ നിന്നാണ്. ഈ 3 അറ്റംപ്റ്റിൽ നോക്കിയപ്പോഴും 2 ക്വസ്റ്റ്യൻ കമ്പൽസറി വരുന്നത് എവിടെ നിന്നാണ്, ഈ പറയുന്ന കമ്പനീസ് ആക്ടിൽ നിന്നാണ്. അപ്പം നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് എത്രയാണ്, 14 മാർക്സ്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആയപ്പോഴോ 28 മാർക്സ് നമുക്ക് എങ്ങനെയായാലും അതിൽ നിന്ന് കിട്ടും. ഓക്കെ, 28 മാർക്സ് എങ്ങനെയായാലും നമുക്കതിൽ നിന്ന് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം ഞാൻ കണ്ടൊരു സംഭവമാണ്. ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടത്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ജൂൺ 2023 അറ്റംപ്റ്റിലതാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടി കമ്പനീസ് ആക്ടിൽ നിന്ന് വന്നു. 7 മാർക്കിനൊരു ക്വസ്റ്റ്യനും കൂടി വന്നു. എ പാർട്ടോ ബി പാർട്ടോ ആയിട്ട് ഒരെണ്ണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 എണ്ണം ഒഴികെ പിന്നെ ഒരെണ്ണം അഡീഷണൽ വന്നു. അത് ആ ഒരു അറ്റംപ്റ്റിലേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ 2 അറ്റംപ്റ്റിലും 28 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ ഇവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം 35 മാർക്കിന് വന്നതുകൊണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് 28 മാർക്സിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ആവറേജ് മാർക്ക് അതിലിട്ടത് 30 to 35 മാർക്സ് എന്ന് ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ ഈ തവണ നമ്മൾ കമ്പനീസ് ആക്ട് പഠിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ 35 മാർക്സിന് വരാം, ചിലപ്പോൾ നമുക്ക് 28 മാർക്സിനേ വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ലക്കുമാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ആവറേജ് മാർക്ക് ഇട്ടത്. എന്തായാലും ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും 28 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നിന്ന് കമ്പനീസ് ആക്ട് കിട്ടും, ഉറപ്പാണ്. അതിലൊരു തരത്തിലുള്ള ഡൗട്ട്സും ഇല്ല. കാരണം അത്രയും വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്, അത്രയും ലെങ്തി ചാപ്റ്ററാണ്, അതിൽ നിന്ന് ചോദിക്കാൻ പറ്റും, ഒരുപാട് വൈഡ് ഏരിയാസും ഉണ്ട്. അപ്പോൾ 28 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ എന്തായാലും നമുക്ക് കമ്പനീസ് ആക്ടിന് കിട്ടും. പ്ലസ് MCQ പോർഷനില്ലേ, MCQ പോർഷൻ ആ 30 മാർക്സിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ 8 മാർക്സാണ് കണ്ടത്. 8 മാർക്സും ഒരു പേപ്പറിൽ മാത്രം 10 മാർക്സിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവറേജ് 8 എന്ന് ഇട്ടു. ഓക്കെ, ഒരു 8 മാർക്സിന് എന്തായാലും വരും. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് ആ ഒരു പേപ്പറിൽ 38 മാർക്സ്, കമ്പനീസ് ആക്ട് ഫുള്ള് പഠിക്കുന്നവരെ സംബന്ധിച്ച് 38 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ഫുള്ള് പഠിക്കുകയാണ്, 38 മാർക്സിന് നമുക്ക് അവിടെ നിന്ന് കിട്ടി, കമ്പനീസ് ആക്ടിൽ നിന്ന് കിട്ടും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞത്, സെക്കൻഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട്. ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നവർ ആദ്യം കമ്പനീസ് ആക്ട് ഫുള്ളായിട്ട് തീർക്കുക. നമുക്ക് എറൗണ്ട് എന്ത് കിട്ടും, ഒരു 38 മാർക്സ് ആ ഒരു പോർഷനിൽ നിന്ന് കിട്ടും. ഓക്കെ, പ്ലസ് നിങ്ങൾ അടുത്ത പഠിക്കേണ്ടത് ബിസിനസ് എത്തിക്സ് ആണ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ ബിസിനസ് എത്തിക്സിൽ നിന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പം ലാസ്റ്റ് 2 അറ്റംപ്റ്റിലും 14 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് AB പോർഷൻ ഉണ്ട്, 7 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ബിസിനസ് എത്തിക്സിൽ നിന്നാണ് വരുന്നത്. പ്ലസ് MCQ പോർഷനിൽ നിന്ന് എന്താണ് ഒരു 4 മാർക്സിന് ഉണ്ടായിരുന്നു. ഒരു അറ്റംപ്റ്റിൽ മാത്രം 14 മാർക്സ് വന്നില്ല, 10 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നിന്ന് വന്നു, പ്ലസ് MCQ പോർഷനിൽ നിന്ന് 4.
ബാക്കി 2 അറ്റംപ്റ്റിലും ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നിന്ന് 14 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യനും പ്ലസ് 4 മാർക്സിൻ്റെ MCQ വന്നു. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ലാസ്റ്റ് 2 അറ്റംപ്റ്റിലത് ഞാൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്താണ് 14 മാർക്സിന് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നിന്ന് എത്തിക്സ് കിട്ടും. അപ്പോൾ എത്തിക്സ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും, അത് 14 മാർക്സ് ആണ്. പ്ലസ് MCQ പോർഷനിൽ നിന്ന് 4 മാർക്സും കിട്ടും. അപ്പോൾ തന്നെ നമുക്കവിടെ എത്ര മാർക്സായി? 18 മാർക്സായി. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആ 10 to 14 ഇടാൻ കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 കണ്ടതുകൊണ്ടാണ്. പിന്നെ ബേസിക് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് 10 എടുക്കാം. പ്ലസ് നമ്മുടെ MCQ പോർഷനിൽ എല്ലാത്തിലും 4 ഉണ്ട്. സോ അതുകൊണ്ട് 4 എടുത്തു. അങ്ങനെ നമുക്ക് എത്തിക്സ് പഠിച്ചു കഴിഞ്ഞാൽ 14 മാർക്സ് ഷുവറാണ്. ഓക്കെ, കമ്പനീസ് ആക്ട് പഠിച്ചാൽ 38 മാർക്സ് ഷുവറാണ്. ഇതെല്ലാം ഞാൻ ഹയസ്റ്റ് പോർഷനല്ല എടുത്തിരിക്കുന്നത്, ലോവസ്റ്റുള്ള ഞാൻ ആവറേജ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കമ്പനീസ് ആക്ടിൽ നിന്ന് നമുക്ക് 38 മാർക്സ് എന്തായാലും കിട്ടും, എന്തായാലും അപ്പോൾ കാണും. പിന്നെ അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അത് 38 കുറയില്ല, അതുണ്ടാവും. അതേപോലെ തന്നെ എത്തിക്സിനകത്ത് നിന്ന് നമുക്ക് എന്ത് ഉണ്ടാവും? 14 മാർക്സ് ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യേണ്ടത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, വലിയ ബഹളങ്ങളോ അല്ലെങ്കിൽ വലിയ ഇഷ്യൂസോ ഒന്നുമില്ല. പെട്ടെന്ന്, അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചില ഇതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഫോർ മീ അത് നല്ലൊരു ചാപ്റ്ററാണ്, കാരണം പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിനകത്ത് കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി. വലിയ ലെങ്തി ചാപ്റ്റർ ഒന്നും അല്ല, ചെറിയ ചാപ്റ്ററാണ്. അത് നമ്മൾ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നല്ല ചാപ്റ്ററാണ്. അതിന് നമുക്കൊരു വെയിറ്റേജ് 7 മാർക്സാണ് വരുന്നത്. എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യനോ അതിൽ നിന്ന് വരും, ഒരു ക്വസ്റ്റ്യന് മാക്സിമം അതിൽ നിന്ന് വരും. ഒരു 7 മാർക്കിൻ്റെ ഒരു A പാർട്ടോ B പാർട്ടോ ആയിട്ടേ വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കോൺട്രാക്റ്റ് ആക്ട് ആണ്. നല്ലൊരു ചാപ്റ്ററാണ്. അതായത് നമ്മുടെ ലാസ്റ്റ് 2 അറ്റംപ്റ്റിലും 14 മാർക്കിനുണ്ടായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ, തൊട്ട് മുന്നത്തിൽ 10 മാർക്സിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 14 മാർക്സ് അത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇതിനെല്ലാം ഓക്കെ, ഞാൻ ആദ്യത്തെ ഈ കമ്പനീസ് ആക്ടിനും ഈ പറഞ്ഞ എത്തിക്സിന് മാത്രമേ MCQ പോയി നോക്കിയിട്ട് പറഞ്ഞോളൂ കേട്ടോ. ബാക്കി ഒന്നിനും ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് രണ്ടും മെയിൻ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത് രണ്ടും സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും MCQ പോർഷനും കൂടി വെയിറ്റേജ് നോക്കിയിട്ട് പറഞ്ഞത്. ഇനി വരുന്ന എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെ വെയിറ്റേജ് മാത്രമാണ് പറയുന്നത്, അതിനെല്ലാം MCQ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് മനസ്സിലെടുക്കുക. ഓക്കെ, ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 7 മാർക്സിന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരാറില്ല, പകരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റും പാർട്ട്ണർഷിപ്പും LLP ഒക്കെയാണ് വരുന്നത് കണ്ടത്. എന്നാൽ ചിലതിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരുമ്പോൾ വേറെ ഏതെങ്കിലും ഒഴിവാകും, അങ്ങനെയാണ് കണ്ടത്. എല്ലാം കൂടി ഒത്തുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് ആ 4 ചാപ്റ്റേഴ്സിൽ ഒരു ഓപ്ഷണൽ രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കുക. 7 മാർക്സ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് വന്നില്ലെങ്കിൽ പോട്ടെ, നമുക്ക് MCQയിൽ നിന്ന് 1-2 മാർക്സ് ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ അത് കണക്ക് കോൺട്രാക്റ്റ് ആക്ട് പഠിക്കുക. കോൺട്രാക്റ്റ് ആക്ട് നിർബന്ധമാണ്, നല്ല ചാപ്റ്ററാണ്. നമുക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ല, നമ്മളത് കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ഓൺ വേർഡ്സിൽ നമുക്കത് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ല ചാപ്റ്ററാണ്. അതിൽ നിന്നും 14 മാർക്സ് കിട്ടും. പ്ലസ് MCQ പോർഷനും ഉണ്ടാവും. അപ്പോൾ MCQ ഞാൻ വിടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 14 10 റെഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാലോ, അപ്പോൾ നിങ്ങൾ എക്സാക്റ്റ് നോക്കി, അതുകൊണ്ടാണ് ഞാൻ MCQ പറയാത്തത്. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കമ്പനീസ് ആക്റ്റും എത്തിക്സും സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും കോൺട്രാക്റ്റ് ആക്റ്റും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ലോയിലാണ്. ഇൻഡസ്ട്രിയൽ ലോയ്ക്കകത്ത് 5 ചാപ്റ്റേഴ്സ് ഉണ്ടെന്നറിയാലോ, 5 ചാപ്റ്ററും പഠിക്കുക. നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഏതോ 3 ചാപ്റ്റർ പഠിച്ചിട്ട് പോയി 2 എണ്ണം വന്നു. ഓക്കെ, 2 എണ്ണം വന്നു. പക്ഷേ ടോട്ടൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം അതിൽ നിന്ന് നിർബന്ധം ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും, ഉറപ്പാണ്, കമ്പൽസറി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ചാപ്റ്ററും സ്കിപ്പ് ചെയ്യേണ്ട. 5 ചാപ്റ്റേഴ്സിൽ കുഞ്ഞാണ്, അതിലേതോ ഫാക്ടറീസ് ആക്റ്റും വേറെ ഏതോ ഒന്നും മാത്രമേ അത്യാവശ്യം ലെങ്തി ഉള്ളൂ. അത്യാവശ്യം കുഞ്ഞ് ഇച്ചിരി ലെങ്തി ഉള്ളൂ, ബാക്കി 3 ചെറിയ ചാപ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്ത് അത് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. അതിനകത്ത് നിന്ന് ഷുവറായിട്ടൊരു 14 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനോ, ചില സമയത്ത് ലക്ക് ഉണ്ടെങ്കിൽ ഒരു 7 മാർക്സ് അഡീഷണലും ഉണ്ടാവും. പ്ലസ് MCQ പോർഷനിലും 1-2 മാർക്കൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബേസിക് ആയിട്ടൊരു 14 മാർക്സ് ഇടുകയാണ്. ഒരു ക്വസ്റ്റ്യൻ നിർബന്ധം ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഉറപ്പാണ്, ഒരിക്കലും അത് വിടില്ല. അവരെന്തായാലും ചോദിക്കും, കാരണം അതൊരു സെപ്പറേറ്റ് ഹെഡിങ്ങിൽ വരുന്ന 5 ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് എന്തായാലും അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ 14 മാർക്സിന് ഉണ്ടാവും. പിന്നെ അഡീഷണൽ നമ്മൾ നോക്കുന്നില്ല, 14 ബേസിക് 14. ഓക്കെ, അപ്പോൾ അത് ചാപ്റ്റേഴ്സ് ഇടുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഞാൻ ഒന്നുകൂടെ പറയാം. കമ്പനീസ് ആക്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആഗ്രഹം പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് അറൗണ്ട് ഒരു 38 മാർക്സ് അതിൽ നിന്ന് കിട്ടും. എത്തിക്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, എത്തിക്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് അല്ല, എത്തിക്സ് നിർബന്ധം പഠിക്കുക, കാരണം എളുപ്പം ചാപ്റ്ററാണ്, ഈസിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പേ ചെയ്യരുത്. ബിസിനസ് എത്തിക്സിന് 2 ഇട്ടിട്ടുണ്ട്, കാരണം അത് എളുപ്പമാണ്. അപ്പോൾ എത്തിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 14 മാർക്സ് ഷുവറായിട്ട് കിട്ടും. അതിന് മുകളിൽ കിട്ടിയാലേ ഉള്ളൂ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളതാണ്, ഇതിനൊക്കെ മുകളിൽ ഇപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, 14 മാർക്സ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ്
ആക്ട് 7 മാർക്സ് ഇട്ടിട്ടുണ്ട്. ചില കേസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ MCQ പോർഷനിൽ നിന്ന് നമുക്ക് 3-4 മാർക്ക് കിട്ടാം. സോ അതുകൊണ്ട് നിങ്ങൾ 7 മാർക്ക് ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നെ പഠിക്കുക കേട്ടോ. 7 മാർക്സ് ഉണ്ട്. പിന്നെ കോൺട്രാക്ട് ആക്ട് പഠിക്കുക. നിർബന്ധം എന്തായാലും 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലൊരു വെറീസും വേണ്ട, അതുണ്ടാവും. പിന്നെ അതുപോലെ ഇൻഡസ്ട്രിയൽ ലോസും 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര മാർക്സ് ആയി നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. 38 മാർക്സ് പ്ലസ് 14 മാർക്സ് പ്ലസ് 7 പ്ലസ് 14 പ്ലസ് 14. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്താണ്? ടോട്ടൽ നമുക്ക് 87 മാർക്സ് എന്നാണ് വന്നത്. 87 നിങ്ങൾ കൂട്ടണ്ട, 80 കൂട്ടിയാൽ മതി. 80 മാർക്സിന് നമ്മൾ ഈ 5 പോർഷൻസ് പഠിക്കുകയാണെങ്കിൽ 80 മാർക്സിന് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. നമ്മൾ എഴുതുന്നതിൽ എല്ലാം ശരിയാവണം എന്നില്ലല്ലോ, തെറ്റുകൾ, എറേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ എറേഴ്സ് എല്ലാം മാറ്റി നമുക്കൊരു അറൗണ്ട് ഒരു 60 to 65 മാർക്ക് എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് മുകളിൽ നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് അതിന് മുകളിൽ കിട്ടാനേ ചാൻസ് ഉള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ എറേഴ്സൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് എന്തായാലും 60 to 65 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞത്. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. കാരണം എനിക്ക് കമ്പനീസ് ആക്ട് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയാണ് പഠിക്കുന്നത്. ഇനി അല്ല കമ്പനീസ് ആക്ട് പറ്റില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്ട്രാറ്റജി. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ചാപ്റ്റേഴ്സിൽ പിന്നെ ഒന്നും ഒഴിവാക്കരുത്. ഈ ഫസ്റ്റ് മെത്തേഡിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയ ചാപ്റ്റേഴ്സ് ഒന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, പിന്നെ പാർട്ട്ണർഷിപ്പ്, പിന്നെ LLP. ഈ 4 ചാപ്റ്റേഴ്സ് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി 5 ചാപ്റ്റേഴ്സിനാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഇത് ലെങ്തി ആയിട്ട് ഈ മെത്തേഡ് തോന്നുന്നുവെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് കുറച്ചും കൂടി സ്കോറിങ്ങും ആണ്, കുറച്ചും കൂടി നല്ലതാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, ഇതിലൊന്നും ഒന്നും ഒഴിവാക്കാണ്ടിരിക്കുക. ഇതിന് മാക്സിമം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ തവണ അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഒരു 70 to 80% നമുക്കൊരു ഹോപ്പ് ഉണ്ട്. കാരണം അങ്ങനെയാണല്ലോ, ഒരു പാറ്റേൺ അവർക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ പഠിക്കുന്ന സാധനങ്ങൾ, പഠിക്കുന്ന സോഴ്സസ് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് 80 മാർക്സിന് നമുക്ക് 80 മാർക്സോളം നമുക്ക് എന്ത് വരും? 80 മാർക്സോളം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അതിൽ നിന്ന് നമുക്കൊരു 60 to 65 നമുക്ക് സ്കോറിംഗ് ആണ്. ഓക്കെ, സ്കോറിംഗ് ആണ്, അതിലൊന്നും ഒരു വറീസും വേണ്ട. പക്ഷെ നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് കയറി പിന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് മെത്തേഡിൽ ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പറയുന്നത്, നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ കമ്പനീസ് ആക്ട് ഇല്ല. ഓക്കെ, സെക്കൻഡ് മെത്തേഡിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഡസ്ട്രിയൽ ലോസ് ആയിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് അല്ലേ, 5 ചാപ്റ്റേഴ്സാണ്. കാരണം അതിന് 14 മാർക്സ് നമുക്ക് കിട്ടും. പ്ലസ് കോൺട്രാക്റ്റ് ആക്ട്, അതിനകത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലോ 10 മാർക്സിനുള്ളത് ഉണ്ടായിരുന്നു, 14 ഉണ്ട്. സോ ഞാൻ അതുകൊണ്ട് 10 ഇട്ടു. 10 മാർക്സ് പ്ലസ് നമുക്കിതിനൊക്കെ MCQ ഉണ്ടാകും കേട്ടോ. അപ്പോൾ 10 മാർക്സ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 7 മാർക്സ് വരുവാണെങ്കിൽ 7 മാർക്സിന് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഓപ്ഷൻ. ചില ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കാണും, നെഗോഷ്യബിൾ കാണില്ല, പാർട്ണർഷിപ്പോ LLPയോ കാണും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇതിപ്പോൾ നെഗോഷ്യബിൾ എന്തായാലും, കമ്പനീസ് എന്തായാലും ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ ലോ എന്തായാലും ഉണ്ടാവും, എത്തിക്സ് എന്തായാലും ഉണ്ടാവും, ഈ പറഞ്ഞ ബാക്കി കോൺട്രാക്റ്റ് ആക്റ്റും എന്തായാലും ഉണ്ടാവും. ബാക്കി ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് നമുക്ക് അവരിങ്ങനെ മിക്സ് ചെയ്തായിട്ടാണ്. ചില അറ്റംപ്റ്റിൽ കാണും, ചിലതിൽ കാണില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല, 100% ഉറപ്പ്. ബാക്കിയെല്ലാം നമുക്ക് ഉറപ്പ് പറയാം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ഇല്ലെങ്കിലും നമുക്കത് MCQ പോർഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് നോക്കുക 7 മാർക്സ്, പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നോക്കുക 7 മാർക്സ്, പിന്നെ പാർട്ട്ണർഷിപ്പ് LLP. കഴിഞ്ഞ അറ്റംപ്റ്റിൽ മാത്രമാണ് പാർട്ട്ണർഷിപ്പും LLPയും ഒത്തു ചോദിച്ചത്. അതിന് തൊട്ട് മുമ്പത്തെ 2 അറ്റംപ്റ്റിലും ഒന്നുകിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP, ആ രീതിക്കാണ്. അപ്പോൾ അത് വരികയാണെങ്കിൽ 7 മാർക്സ്. പിന്നെ എത്തിക്സ് 14 മാർക്സ്. അങ്ങനെ ഈ സെക്കൻഡ് മെത്തേഡിൽ ഇത്രയാണുള്ളത്. കമ്പനീസ് ആക്ട് ഒഴിച്ചിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ മാറ്റിയിട്ടുണ്ട്, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ. നമുക്ക് ഇതിനകത്ത് നിന്ന് ഇൻഡസ്ട്രിയൽ ലോസിൽ നിന്ന് 14 മാർക്ക്, കോൺട്രാക്റ്റിൽ നിന്ന് 10 മാർക്ക്, നെഗോഷ്യബിളിൽ നിന്ന് 7, സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ നിന്ന് 7, പാർട്ട്ണർഷിപ്പ് ഓർ LLPയിൽ നിന്ന് 7, എത്തിക്സിൽ നിന്ന് 14. അങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വരുന്നത് ഒരു 59 to 60 മാർക്സാണ് നമുക്കിതിൽ നിന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് ഞാൻ MCQ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, MCQസും വരുമല്ലോ. അപ്പോൾ നമുക്ക് അറൗണ്ട് എന്താണ് ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ MCQയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറൗണ്ട് എന്താണ് ഒരു 60 to 70 മാർക്സിന് നമുക്ക് എഴുതാനായിട്ട് കിട്ടും. ഓക്കെ, 60 to 70 മാർക്സിന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, ഉറപ്പാണ്. ഈ ഒരു സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്യുന്നവർക്ക് 60 to 70 മാർക്സിന് എന്തായാലും നമുക്കതിൽ ഫെമിലിയർ ക്വസ്റ്റ്യൻസ് കാണും. നമ്മൾ എഴുതി അതിൻ്റെ എറേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പേപ്പർ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ എല്ലാ എറേഴ്സൊക്കെ കഴിഞ്ഞ്, കാരണം നമ്മളിത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മാക്സിമം എറർ കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക.
ഓക്കെ, നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് എറേഴ്സ് വരാതെ നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ എഴുതുമ്പോൾ എന്തായാലും എറേഴ്സൊക്കെ വരും. അപ്പോൾ എറേഴ്സൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു 55 to 60 മാർക്സ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 50 to 60, 55 ഇടുന്നില്ല, 50 to 60. ഓക്കെ, 50 to 60 മാർക്സ് എന്തായാലും കിട്ടും. അപ്പം കമ്പനീസ് ആക്ട് ഒട്ടും പറ്റില്ല എന്നുള്ളവർ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ ആണെന്നുള്ളവർ ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നും സ്കോറിംഗ് മെത്തേഡ് കുറച്ചും കൂടി ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് പഠിച്ചാലോ എന്ന് തോന്നും. പക്ഷെ ഞാൻ പറയുകയാണ്, കമ്പനീസ് ആക്ട് ഒട്ടും താല്പര്യമില്ലാത്തവർ സ്കോർ മാത്രം നോക്കിക്കൊണ്ട് ഫസ്റ്റ് മെത്തേഡിൽ പോകരുത്. കാരണം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു പോർഷൻ ആണല്ലോ കമ്പനീസ് ആക്ട്. ഇഷ്ടമില്ലാതെ അതിനകത്ത് പോയി നിന്ന് മാർക്ക് നോക്കി മാത്രം നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയും ടൈം പോകൂടാ. കാരണം ബോറിംഗ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം അധികം എക്സ്ട്രാ ഡബിൾ ടൈം എടുക്കും ഒരു പോർഷൻ തീർക്കാൻ തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, എക്സാം ക്ലിയർ ചെയ്യാൻ ഈ മെത്തേഡിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ കമ്പനീസ് ആക്ട് ഓക്കെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാനിത് നമ്മുടെ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ നമുക്ക് എന്തായാലും ഒരു 55 to 60 മാർക്സ് എന്തായാലും നമുക്ക് വേണം. ആ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളൊരു വേ ആണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിനി സെലക്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞ 75 to 80% എന്ന് പറഞ്ഞാൽ ഈ രീതിക്കുള്ള സെലക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങളിനി സെലക്ഷൻ നടത്തരുത്. അപ്പോൾ ഞാൻ ഞാൻ ഫസ്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫസ്റ്റ് മെത്തേഡിനകത്ത് കമ്പനീസ് ആക്ട് വലുതാണ്, ഇൻഡസ്ട്രിയൽ ആക്ട് വലുതാണ്, കോൺട്രാക്ട് ആക്ട് അത്യാവശ്യം കുറച്ച് പകുതി വലുതാണ്. പക്ഷേ ഇതിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ആക്ട് വലുതാണ്, കോൺട്രാക്ട് ആക്ട് വലുതാണ്, ബാക്കിയൊക്കെ അത്യാവശ്യം ചെറുതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് ഓക്കെ എന്നുള്ളത് നോക്കുക, അത് പഠിക്കുക. ഇതിൽ ഞാൻ പറയുന്ന മെയിൻ ഒരു സംഭവം കോൺട്രാക്ട് ആക്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതാണ് ബെറ്റർ. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും കോൺട്രാക്ട് ആക്ട് കണ്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ അറ്റംപ്റ്റിൽ പോയത്. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഈ ടെക്സ്റ്റ് ഫുള്ള് നോക്കണ്ട, ഒന്ന് അങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ശരിയാണ്, റിപ്പീറ്റഡ്ലിയാണ് വരുന്നത് കോൺട്രാക്ട് ആക്ടിൽ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാൻ ഓക്കെ ആയിട്ടുള്ളവർ അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ സെലക്റ്റീവായിട്ട് പഠിക്കുമ്പോൾ വരണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഇൻ കേസ് ബുദ്ധിമുട്ടുള്ളവർക്കുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ എന്തായാലും ഷുവർ 60 മാർക്സ് എന്നാണ് ഈ രണ്ട് മെത്തേഡിലും പറയുന്നത്. ഫുള്ളായിട്ട് പഠിക്കുന്നു, ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഈ മെത്തേഡ്സ് ഇതേ രീതിക്ക് ഫോളോ ചെയ്യുന്നവർക്കാണ് ഞാൻ 60 പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പിന്നെ ടെൻഷൻ ആ ഒരു സംഭവമൊന്നും ആവരുത്. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തിനാണ് ടെൻഷൻ ആവുന്നത്. നിങ്ങൾക്ക് ആ എക്സാം ഹാളിൽ പോകുന്നു, നിങ്ങൾക്കറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ മെജോറിറ്റി ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ ആവുന്നത്? പിന്നെ ടൈം നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ടോപ്പിക് സെലക്ഷൻ എന്ന് പറയുന്നത് എയ്തർ നിങ്ങൾ ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്നിട്ട് റിവ്യൂ ചെയ്യുക. നിങ്ങൾ ഇതിന് താഴെ ഒരു കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയോ എന്നൊക്കെ എനിക്ക് അറിയാൻ കഴിയൂ. എന്തായാലും ഇനിയുള്ള ബാക്കി 7 സബ്ജക്ട്സിൻ്റെ വീഡിയോസും ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെലക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ എനിക്കിതിൽ മെയിൻ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് 8 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞു എത്തിക്സിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ, 14 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എത്തിക്സ് അറിയാം, നമ്മളത് സെലക്ട് ചെയ്യും. കമ്പനീസ് ആക്ട് നമുക്കറിയാം, കമ്പനീസ് ആക്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ അത് പഠിച്ച ആളിനെ സംബന്ധിച്ച് ആ 2 ക്വസ്റ്റ്യൻ സെലക്ട് ആയി. അപ്പോൾ ടോട്ടൽ 3 എണ്ണം സെലക്ട് ആയി. ഇനി നമുക്ക് കോൺട്രാക്ട് ആക്ട് അറിയാം, അപ്പോൾ കോൺട്രാക്റ്റിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഉടനെ കോൺട്രാക്ട് ആക്ടിൻ്റെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ ലോസ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഞാൻ പറഞ്ഞു 14 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോഴും നമ്മൾ അതും സെലക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം നമുക്കറിയുന്ന 5 ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് സെലക്ട് ചെയ്യാം. അതേപോലെ അത് ഫസ്റ്റ് മെത്തേഡിൽ. സെക്കൻഡ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് സെലക്ഷനും കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ അനലൈസ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് മെത്തേഡിനകത്ത് നെഗോഷ്യബിൾ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ, അതായത് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ടാവും, പക്ഷേ സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ നോക്കിയിട്ടാണ് ഈ സ്ട്രാറ്റജി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ലോ സെലക്ട് ചെയ്യാം, കമ്പനീസിൻ്റെ 2 ക്വസ്റ്റ്യനും സെലക്ട് ചെയ്യാം, കോൺട്രാക്ട് ആക്ട് സെലക്ട് ചെയ്യാം. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലേക്ക് പോവാം.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സെലക്ഷനും കൂടി നോക്കിയിട്ട് 8ൽ 5 സെലക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതേപോലെ സെക്കൻഡ് മെത്തേഡുകാർ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യും? ഇൻഡസ്ട്രിയൽ ലോസിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യും അല്ലേ? കാരണം നമുക്കറിയാം. അപ്പോൾ 14 മാർക്സ് ഓക്കെ, ആ ക്വസ്റ്റ്യൻ സെലക്ട് ആയി. എത്തിക്സ് നമുക്കറിയാം, അപ്പോൾ നമ്മളത് എന്തായാലും സെലക്ട് ആക്കി. പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്ട് ആക്ടിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും അറിയാം, അത് നമ്മൾ സെലക്ട് ആക്കി. പിന്നെ നമുക്ക് ബാക്കി 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 4 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സെലക്ട് ആക്കാൻ പറ്റും. അതായത് ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി 2 ക്വസ്റ്റ്യൻ സെലക്ഷൻ ഉണ്ട്, അതെന്തായാലും ഇതിൽ നിന്ന് പോസിബിളാണ്. ഓക്കെ, അപ്പം ബേസിക്കലി നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻ നന്നായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ബാക്കി 2 നിങ്ങൾ പഠിച്ചതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെൽഫ് ഗുഡ്സ് ആക്ട് അറിയുന്നവർക്കുണ്ടെങ്കിൽ നെഗോഷ്യബിൾ അറിയുന്നുണ്ട്, അത് 2 A B ഓപ്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. LLPO പാർട്ട്ണർഷിപ്പ് ഒത്തു വന്നാൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തമ്മിൽ മിക്സായി വന്നാൽ ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് പോസിബിളാണ്. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് സെലക്ഷനും കൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ആ രീതിക്കാണ് ഇനി വരുന്ന ഫർദർ ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണമല്ലോ, അത് നമുക്ക് അറിയുന്നതുണ്ട്. പക്ഷേ പലതും പല രീതിക്കാണ്, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ആ ടൈമിൽ. അപ്പോൾ നമ്മുടെ ടൈം പോകും. അപ്പോൾ അതൊന്നും പോവാതിരിക്കാൻ വേണ്ടി എല്ലാം കൂടി നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയത്. ഇനി വരുന്ന വീഡിയോസ് ചെറിയ ചെറിയ ഷോർട്സ് ആക്കി, അത്യാവശ്യം ലെങ്തി ആവാണ്ട് ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ തീരുന്ന വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത് കൊണ്ടായിരുന്നു ഇത് കുറച്ച് ലെങ്തി ആയി പോയത്. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ലീവ് ചെയ്യുക. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് ഞാനും ഇതേപോലെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുക. എനിക്കും 21 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇതേ ഇതിൽ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷുവറായിട്ട് എന്നെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ഇതാണ് എൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എടുത്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നോട്ട്സോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ബുക്കാണ്. നല്ല ബുക്കാണ്. ഞാനത് മാത്രമേ പഠിക്കാറുള്ളൂ. അതിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങളിത് ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ മാക്സിമം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ അറ്റംപ്റ്റ് ലോയിൽ 60+ മാർക്ക് സ്കോർ ചെയ്യണം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിങ്ങളത് വൈസായിട്ട് ചിന്തിച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, സ്കോറിങ് മാത്രം നോക്കി പോകരുത്. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ, കമ്പനീസ് ആക്ട് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 12 hours നന്നായിട്ട് പഠിക്കുക, എഫക്റ്റീവായിട്ട് പഠിക്കുക. സ്മാർട്ട് സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ തവണ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.